ഇത് ടൈംസിന്റെ ബാംഗ്ലൂർ ബ്രാഞ്ച് സബ് എഡിറ്റർ മേരി മിറിയം മാത്യു. mid-30s, പാലക്കാരി അച്ചായത്തി. ഈ ഓഫീസിലെ എൻ്റെ ഏക വെൽവിഷ. ആ എത്തിയോ? വാ ഇരിക്കെ. മോർണിംഗ്. നീ ഇങ്ങനെ ഓഫ് ആകേണ്ട ഒരു കാര്യമില്ല. ലോകെന്ന് പറയുന്നത് ഈ ഓഫീസ് മാത്രമല്ലല്ലോ. നിനക്ക് വേണ്ടുവോളം സ്കിൽസ് ഉണ്ട്. യു വിൽ ബി ഫൈൻ. എല്ലാം ശരിയാവും. കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് അച്ഛനും അമ്മ ഇത് തന്നെ പറയുന്നത്. ഒരു വ്യത്യാസമുള്ളൂ, എന്താടാ നേരെ ആവാത്തേന്ന്. ഒന്ന് വിളിച്ചുവിടെ നിനക്ക്. എന്തൊക്കെയായാലും നിന്റെ പേരൻസ് അല്ലേ. എന്നാ ഇറങ്ങട്ടെ, ഇനിയിരുന്ന് ബോറടിപ്പിക്കുന്നില്ല. എനിവേ ടേക്ക് കെയർ. ഐ റിയലി മിസ് യു അറൗണ്ട് ഹിയർ. എന്നെ പുറത്താക്കിയ സ്ഥിതിക്ക് അവനെ പെർമനന്റ് ആക്കുമല്ലേ? ചോറിയും പുഴുവിന്. അവനെ പെർമനന്റ് ആക്കുന്നതിനേക്കാൾ നിന്റെ ജോലി പോയതിന്റെ സന്തോഷത്തിൽ എല്ലാവർക്കും സ്വീറ്റ്സ് വിതരണം ചെയ്തു രാവിലെ. എന്തായാലും അവന്റെ കണ്ണിപ്പെടണ്ട, കാത്തിരിക്ക. നീ എന്നെ കാണാതെ പോവാണോ ചക്രി? ഇവനാണ് എന്റെ എനിമി നമ്പർ 2, രോമാഞ്ച് രാമകൃഷ്ണൻ, അല്ലെങ്കിൽ ചൊറിയൻ പുഴു. സ്കൂളിലും കോളേജിലും ഒക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ജോലിക്ക് കയറിയതും ഞങ്ങൾ ഒന്നിച്ചു. 6 മാസത്തെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഞങ്ങളിൽ കൂടുതൽ സ്മാർട്ടായ ഒരാളെ പെർമനന്റ് ആക്കുമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ കണ്ടീഷൻ. നിനക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇങ്ങ് വന്നേ. വാ, നിനക്കും അറിയാം എനിക്കും അറിയാം ഈ കമ്പനിയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പണ്ട് തൊട്ടേ എന്റെ മുന്നിൽ തോക്കാനാ നിന്റെ വിധി. അത് നിന്റെ കുറ്റമല്ലടാ, ചിലരെ ദൈവം അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നേ. വാ, പിന്നെ ഇക്കാര്യം കൊണ്ട് നിനക്കൊരു ഗുണമുണ്ട്. എന്താ ചോദിക്കേ. ഇതിന്റെ 2 മാസം ഏതായാലും വേസ്റ്റ് ആയില്ലല്ലോ. ഏത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. വാ, നിന്റെ ദുഃഖം പങ്കുവെക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിനക്ക്. പക്ഷെ എന്റെ സന്തോഷം പങ്കുവെക്കാൻ എനിക്ക് നീയുണ്ടല്ലോ. വളരെ പോപ്പുലറായി എൻ്റെ ഈ സന്തോഷം ബാക്കിയുള്ളവരുമായി പങ്കുവെച്ച എൻ്റെ ബാക്കിയാ. നീ എടുത്തു. നിക്കല്ലേ, ഇനി ഒരുപാട് പറയാനുണ്ട്. വന്നേ നിനക്കെന്തോ ഒരു സ്നേഹമില്ലാത്ത പോലെ. വാ ഇരിക്കേ, കുത്കുളി. നമുക്കെന്തേലുമൊക്കെ സംസാരിച്ചിരിക്കാം. 6 മാസം മുമ്പ് ഞാനിതുണ്ടാക്കി വെച്ചതാ. ഹായ് നികിത, ഗുഡ് ഈവനിങ് കോഫി ഷോപ്പിൽ കാണാം. ഇരി, 1 മിനിറ്റ്. അങ്ങനെ വെറും കൈയോടെ പോകാവോ? A friend in need is a friend in deed. Free food vouchers. ബാംഗ്ലൂർ പോലെ ഇത്ര എക്സ്പെൻസീവ് ആയൊരു സിറ്റിയിൽ ഒരു ജോലി പോലും ഇല്ലാതെ ട്രാഫിക് ലൈറ്റിനിടയിൽ നീ ഫുഡിന് വേണ്ടി തെണ്ടുന്നത് എനിക്ക് എൻ്റെ AC കാറിൽ നിന്ന് കാണാൻ പറ്റില്ലടാ. ഓരോ തവണയും 50 രൂപയ്ക്ക് നിനക്ക് മൂക്കുമുട്ട തിറ്റാം. ഇത് തീർന്ന എന്നെ വന്ന് കണ്ടാൽ മതി. വീണ്ടും ഞാൻ തരാം. നീയല്ലേ പറഞ്ഞത് ഇതൊരു ഗെയിം കളിക്കുന്ന പോലെയാണ്. അതിനിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റൂല, ഇറങ്ങി കളിക്കണം. ബാക്കി 2 ഫോട്ടോസ് നീ വിടും. ഈ 2 ഫോട്ടോസ് മാത്രം മതി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ. ഇതൊരു കോളേജ് ലാബ് ആവാനാ സാധ്യത. ഇതൊരു സിനിമാ തിയേറ്ററും. 2ഉം ഈ സിറ്റി തന്നെ ആയിരിക്കും. ഇത് 2ഉം കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പക്ഷെ അതിനിവിടെ എത്ര തിയേറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടാ? എടാ മണ്ടൻ കൊണാപ്പി, നിനക്ക് അവളെ മാത്രമേ കാണൂ. അവളുടെ ബാക്കിൽ സൂക്ഷിച്ചു നോക്കിയേ, രാജ്കുമാറിന്റെ പഴയ കന്നഡ പടത്തിന്റെ പോസ്റ്ററാടാ അത്. ശരിയാണല്ലോ. അടെ ഇപ്പോഴും രാജ്കുമാറിന്റെ പടങ്ങൾ കളിക്കുന്ന എത്ര തിയേറ്ററുകൾ കാണും?
ഫൈനലി വി ഗോട്ട് ലക്കി. ആ ലാബും തിയേറ്ററും ഞങ്ങൾ കണ്ടുപിടിച്ചു. യു നോ യു നോ 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 നോ. ഓ വാടാ. നിങ്ങൾ മലയാളികളാണോ? ആ അതെ. അറിയോ? ആ ഫോട്ടോ ഒന്ന് നോക്കട്ടെ. ഈ ഫോട്ടോ എനിക്ക് തരുമോ? എന്തിന്? എന്തിന്? ഇവിടം വരെ വന്ന പെൺകുട്ടിയല്ലേ, ഓർമ്മക്കായിട്ട് എന്റെ കയ്യിൽ ഇരിക്കട്ടെ മക്കളെ. അയ്യടാ കിളവന്റെ പൂതി. താനൊക്കെ ഒരു വയസ്സനാണോ? തന്റെ ചേട്ടനത് പിടിച്ചോ? കഴിഞ്ഞ 5 വർഷത്തെ മാഗസിൻ എല്ലാം ഇതിലുണ്ട്. താങ്ക്സ് താങ്ക്സ് ഏട്ടാ. നോക്കടാ ഫോൺ. പക്ഷെ ഞങ്ങളുടെ ലക്ക് അവിടെ തീർന്നു. അതെ, നമ്മൾ ഈ കോളേജിൽ കയറുമ്പോഴേ നമ്മുടെ കോളേജ് ഡേയ്സ് മിസ് ചെയ്യണ്ടല്ലേ? എനിക്ക് അത്രയ്ക്ക് മിസ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസം ഓർമ്മയുണ്ടോ നിനക്ക്? സ്വന്തം വാപ്പയും ഉമ്മയും മറന്നാൽ പോലും ഞാനാ ദിവസം മറക്കൂല. നേരെ നിൽക്കടാ. നീങ്ങൊന്നടാ. നിന്റെ പേരെന്താടാ? രോമാഞ്ച്. നീ ഒന്ന് രോമാഞ്ചം കൊണ്ടേ. ഇങ്ങനെയാണോ രോമാഞ്ചം കൊള്ളുന്നത്? അനങ്ങി ചെയ്യടാ. പോ നിക്കടാ. രോമാഞ്ചം കൊണ്ടുപോടാ. ആരാടാ നീ? നിന്നെ തന്നെ. പേര് പറയടാ തടിയ. ഉമ്മർ. എന്തു പേരാടാ ഇത്? നിനക്കുള്ള പണി ഞാൻ വേറെ തരാം. മാറിക്കടാ. മാറി നിൽക്കാൻ. നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താന്ന്? നീ എന്താ വല്ല സാഹിത്യകാരനാണോ? മുഴുവൻ പേര് പറയടാ. ബാലൻ കെ നായർ. എന്ത്? ബാലൻ കെ നായർ. ഇത് എന്തോന്നാണ് ഇത്? ഉദയ സ്റ്റുഡിയോയോ? പഴയ വില്ലന്മാരെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുക. തുടങ്ങിക്കോ. എന്ത്? ലവ്. ലവ്.
ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചെന്ന് കരുതിയാൽ മതി. നമ്മുടെ വീട്ടുകാർ പഴയ മലയാള സിനിമ ഒന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ അപ്പൂപ്പനെ കുറ്റം പറഞ്ഞാൽ മതി. ഞാൻ ജനിക്കുന്നതിന് 1 മാസം മുമ്പ് മൂപ്പര് തട്ടിപ്പോയി. ഷോക്ക്ഡായ അമ്മ പുള്ളിക്കാരൻ്റെ പേരെനിക്കിട്ടു. അച്ഛൻ്റെ പേരും ജാതിപ്പേരും കൂടെ ആയപ്പോൾ അത് ബാലങ്കേ നായരായി.